വാട്ട് ഈസ് ദ വോൾട്ടേജ് മെഷേർഡ് അക്രോസ് എ സീരീസ് ഒരു ഷോർട്ട് സർക്യൂട്ട് രണ്ട് ഷോർട്ട് ആക്കിയേക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. വോൾട്ടേജ് 0. ഒരു ഷോർട്ട് സർക്യൂട്ടിന് കറണ്ട് മാക്സിമവും വോൾട്ടേജ് 0 ആയിരിക്കും. അല്ലെങ്കിൽ വോൾട്ടേജ് ഒരു ഷോർട്ട് സർക്യൂട്ടിൽ 0 ആയി പറയുന്നതിന് വേറൊരു എക്സ്പ്ലനേഷനും കൂടി പറയാം. ഇപ്പം നമുക്കൊരു വയർ, ആ വയറിൻ്റെ അകത്തൊരു റെസിസ്റ്റൻസ് R ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. സോ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ബൈ ഓംസ് ലോ എന്താണ്? V ഇസ് ഈക്വൽ ടു IR ആണ്. ഓക്കെ, സോ ഇൻ എ സീരീസ് ഷോർട്ട് സർക്യൂട്ട്, ഒരു ഷോർട്ട് സർക്യൂട്ടിനകത്ത് കറണ്ട് വിൽ ബി മാക്സിമം. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് വിൽ ബി നിയർ ടു 0 ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് 0 ആണ്. ഷോർട്ട് സർക്യൂട്ടിൽ ഒട്ടും റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് 0 ഇൻറ്റു ചെയ്താൽ വോൾട്ടേജ് എത്ര കിട്ടും? 0. സോ ഷോർട്ട് സർക്യൂട്ടിൽ വോൾട്ടേജ് 0 ആണ്. വാട്ട് ഹാപ്പൻസ് ടു ദ കറണ്ട് ഇൻ ദ സീരീസ് സർക്യൂട്ട് ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് ഡബിൾഡ്? റെസിസ്റ്റൻസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിന് എന്ത് സംഭവിക്കും? അപ്പോൾ റെസിസ്റ്റൻസിനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ ആൻസർ ഇതാണ്. ഇറ്റ് ബിക്കംസ് ഹാഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. ഇറ്റ് ബിക്കംസ് ഹാഫ്. കറണ്ട് അതിൻ്റെ പകുതിയായി മാറും. അപ്പോൾ നോക്കാം, നമുക്ക് അറിയാം കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I ഇസ് ഈക്വൽ ടു V/R ആണ്. അപ്പോൾ R എന്ന് പറയുന്നത് 2R ആവുകയാണെങ്കിൽ എന്ത് വരും? സെക്കൻഡ് I ഇസ് ഈക്വൽ ടു V/2R എന്ന് വരും. ഓക്കെ, V/2R എന്ന് വെച്ചാൽ ആദ്യത്തെ V/R എത്രയായിരുന്നു? ആദ്യത്തെ കറണ്ട്. ഇത് I2 ആണെങ്കിൽ ആദ്യത്തെ കറണ്ടായ I1 ആണ് ഇത്രയും പോർഷൻ. സോ I1/2 ആണ് I2 ആവുന്നത്. ഓക്കെ, ഇതൊക്കെ ബേസിക് ഇക്വേഷനിൽ നിന്ന് തന്നെ ആലോചിച്ച് എടുക്കാവുന്ന കാര്യമുള്ളൂ. ഇഫ് 2 ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് 1 ബൾബ് ബ്ലോസ് ഔട്ട്, വാട്ട് ഹാപ്പൻസ് ടു ദ അതർ ബൾബ്? രണ്ട് ബൾബുകൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, സീരീസ് ആയിട്ടല്ല. അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടു. പാരലായിട്ട് കണക്ട് ചെയ്തേക്കുന്നു, അതിൽ ഒരു ബൾബ് ബ്ലോസ് ഔട്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ അതർ ബൾബ്? അതർ ബൾബിന് ഒരു പ്രോബ്ലവും ഇല്ല. ദാറ്റ് വിൽ കണ്ടിന്യൂ ടു ഗ്ലോ വിത്ത് ദ സെയിം ബ്രൈറ്റ്നസ്. സെയിം ബ്രൈറ്റ്നസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. കാരണം അവിടെ ഒരു ഇൻ്ററപ്ഷൻ ഓഫ് സർക്യൂട്ട്, ഇൻ്ററപ്ഷൻ ഒന്നും വരുന്നില്ല. ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. ഇങ്ങനെ ഒരു ബൾബുണ്ട്, അതിന് പാരലായിട്ടാണ് അടുത്ത ബൾബ് വരുന്നത്. സോ ഈ ഒരു ബൾബ് ഇവിടെ ബ്ലോൺ ഔട്ട് ആയി കഴിഞ്ഞാൽ ഈ ഒരു ബൾബിലൂടെ സാധാരണ നേരത്തെ പോയിക്കൊണ്ടിരുന്നത് തന്നെ പോയിക്കൊണ്ടിരിക്കും. വോൾട്ടേജ് വിൽ ബി സെയിം അക്രോസ് ദിസ്. ഈ രണ്ടെണ്ണത്തിലൂടെയും രണ്ടെണ്ണം ഉണ്ടെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിലും ഉള്ള വോൾട്ടേജ് പാരലലിൽ സെയിം ആണ്. സോ അതിൽ കാര്യമൊന്നുമില്ല. ആൻഡ് ഇഫ് വൺ ബൾബ് ബ്ലോസ് ഔട്ട്, ഇറ്റ് ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. Current does not flow in this branch, but it will continue to flow in the other branch, hence the bulb continues to glow. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഇത് സീരീസ് ആയിട്ടായിരുന്നു സപ്പോസ് കണക്ട് ചെയ്തിരുന്നെങ്കിൽ, രണ്ട് ബൾബുകളും നമ്മൾ ആദ്യം പറഞ്ഞതാണ് മറ്റൊരു വീഡിയോയിൽ, സീരീസ് ആയിട്ടാണ് രണ്ട് ബൾബുകൾ കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരെണ്ണം ബ്ലോ ഔട്ട് ആയി പോയാൽ ഇതോ ഏതോ ആയാലും കറണ്ട് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവില്ല. ഇതിലൂടെ എൻ്റർ ചെയ്യില്ല. അല്ലെങ്കിൽ ഇതാണ് പോകുന്നതെങ്കിൽ ഇതിലൂടെ കയറി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പറേറ്റ് പോവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സീരീസിലാണെങ്കിൽ രണ്ട് ബൾബും ബ്രൈറ്റ്, ആ ഒരു ബൾബ് പോയി കഴിഞ്ഞാൽ മറ്റേ ബൾബും എന്തായി പോവും? അത് ബ്രൈറ്റ് ആവില്ല, അല്ലെങ്കിൽ അത് ഇലുമിനേറ്റ് ചെയ്യില്ല. കാൽക്കുലേറ്റ് ദ കറണ്ട് അക്രോസ് ദ 20 ohm റെസിസ്റ്റർ. ഈ കൊടുത്തിരിക്കുന്നതിൽ 20 ohm റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പാരലൽ സർക്യൂട്ടാണ്. പാരലൽ സർക്യൂട്ടിൽ കറണ്ട്സ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കിതിൽ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിലും വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പാരലൽ സർക്യൂട്ടിലെ എല്ലാ റെസിസ്റ്റൻസിൻ്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആണ്. അതായത് ഈ 200 വോൾട്ട് തന്നെയാണ് 30 ഓമിൻ്റെയും 10 ഓമിൻ്റെയും 20 ഓമിൻ്റെയും ഒക്കെ അക്രോസ് ഉള്ളത്. സോ 20 ഓമിൻ്റെ അക്രോസ് ഉള്ള റെസിസ്റ്റർ 20, വോൾട്ടേജ് 200. സോ നമ്മുടെ കറണ്ട് എന്താണ്? V/R ആണ്. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള കറണ്ട് ലഭിക്കും. അത് എത്രയാണ്? 10 ആംപിയർ.
In a parallel circuit with a number of resistors, the voltage across each resistor is. അപ്പോൾ ഒരു പാരലൽ സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിൽ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. എത്ര നമ്പറാണെന്ന് പറഞ്ഞിട്ടില്ല, ഈ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, പാരലൽ സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടായിക്കോട്ടെ, റെസിസ്റ്റർ ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എല്ലാം അപ്ലൈഡ് വോൾട്ടേജിന് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം എത്രയായിരിക്കും? ദ സെയിം ഫോർ ഓൾ റെസിസ്റ്റേഴ്സ്. ദ സെയിം ഫോർ ഓൾ റെസിസ്റ്റേഴ്സ്. The current in each branch of a parallel circuit is proportional to. അപ്പോൾ ഒരു പാരലൽ സർക്യൂട്ടിലെ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ആൻഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? കുറച്ച് മുമ്പ് നമ്മൾ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതാണ്. അതായത് വോൾട്ടേജ് സെയിം ആണ്, എല്ലാ പാരലൽ ആയിട്ടുള്ള എല്ലാ റെസിസ്റ്റേഴ്സിലും വോൾട്ടേജ് സെയിം ആണ്. നമ്മളപ്പോൾ കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? V/R ചെയ്തിട്ടാണ്. സോ ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു the value of the resistors. ഓക്കെ, പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ദ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദ പാരലൽ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റേഴ്സ്. ദ വോൾട്ടേജ് അക്രോസ് ദ ഓപ്പൺ സർക്യൂട്ട് ഈസ്. വോൾട്ടേജ് അക്രോസ് ദ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ എപ്പോഴും വോൾട്ടേജ് അക്രോസ് ദ ഓപ്പൺ, ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 100 വോൾട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒരു 10 ഓം ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. എന്നിട്ട് അത് റിമൂവ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഓപ്പൺ സ്പേസ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഷോർട്ട് സർക്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഷോർട്ട് സർക്യൂട്ടിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ദ കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം കറണ്ട് ഹൈ ആയിരിക്കും ആൻഡ് വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും ഷോർട്ട് സർക്യൂട്ടിൽ. അതുപോലെ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് വിൽ ബി 0. ഓപ്പൺ ആണ് ആ സർക്യൂട്ട്, കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. കറണ്ടിന് ഫ്ലോ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഓക്കെ, സോ അതുകൊണ്ട് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് വിൽ ബി 0. ആൻഡ് വാട്ട് അബൌട്ട് വോൾട്ടേജ് വിൽ ബി, അവിടെ എത്രയാണോ സപ്ലൈ കൊടുത്തിരിക്കുന്നത് അത്രയും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് ഇവിടെ ഓൾറെഡി ഉള്ള ആ സോഴ്സ് വോൾട്ടേജ് എത്രയാണ്? 100 വോൾട്ടാണ്. സോ ഈ 10 ഓമിൻ്റെ അക്രോസ് എത്രയാണ് കിട്ടുക? 100 വോൾട്ടാണ്. അതേ സെയിം വോൾട്ടേജ് ആയിരിക്കും ഇവിടെയും കിട്ടുക, 100 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് എന്നുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഷോർട്ട് സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2 ടെർമിനൽസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വേറെ കോമ്പണൻസ് ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾ സിംപ്ലി ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. അത് ഫേസും ന്യൂട്രലും കണക്ട് ചെയ്യുന്നു, പ്ലസും മൈനസും കണക്ട് ചെയ്യുന്നു. അത് എന്താണ്? ഷോർട്ട് സർക്യൂട്ടാണ്. കണക്ട് ചെയ്യാതെ കണക്ഷൻ വിട്ടിരിക്കുന്നതാണ് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ സർക്യൂട്ടിലാണെങ്കിൽ ദ കറണ്ട് വിൽ ബി 0 ആൻഡ് വോൾട്ടേജ് വിൽ ബി മാക്സിമം. വോൾട്ടേജ് അവിടെ കൊടുത്തിരിക്കുന്നതിൽ സോഴ്സ് വോൾട്ടേജ് നോക്കുക, അതിൻ്റെ പാരലലായിട്ടുള്ള മറ്റു സർക്യൂട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് നോക്കുക, ദാറ്റ് വിൽ ബി ദ സെയിം. ദെൻ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് 0 ആയിരിക്കും. തിരിച്ചും പഠിച്ചു വയ്ക്കുക. ദ വോൾട്ടേജ് അക്രോസ് ദ ഷോർട്ട് ഈസ്, ഞാൻ ആദ്യം പറഞ്ഞതാണ് വോൾട്ടേജ് അക്രോസ് ദ ഷോർട്ട് ഈസ്. ഇപ്പോൾ ഇതിലിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 2 റെസിസ്റ്റേഴ്സ് കൊടുത്തിട്ട് നമുക്കറിയാം പാരലൽ സർക്യൂട്ടിൽ ഇപ്പോൾ വോൾട്ടേജ് അക്രോസ് ദ ഷോർട്ട് 0 ആണ്. The currents in the 3 branches of a parallel circuit are 3 ampere, 4 ampere and 5 ampere. What is the current leaving it? ഒരു പാരലൽ സർക്യൂട്ടിൻ്റെ 3 ബ്രാഞ്ചസ്, അതിൽ ഓരോ ബ്രാഞ്ചിൻ്റെയും കറൻസ് എന്ന് പറയുന്നത് ഒന്നിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു 3 ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു 3 ബ്രാഞ്ചസ്. ഈ 3 ബ്രാഞ്ചസിൽ സെയിം ഒരു പർട്ടിക്കുലർ കറണ്ട് എൻ്റർ ചെയ്യുന്നു, അതിങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് ദെൻ ലീവ് ചെയ്യുന്നു. ഓക്കെ, ആ എൻ്റർ ചെയ്യുന്നത് 3, 4 ആൻഡ് 5 ഇങ്ങനെയാണ് അത് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ലീവ് ചെയ്യുന്നത് എത്രയായിരിക്കും? ഈ കറൻസ് എല്ലാം കൂടി കൂട്ടുന്നതായിരിക്കും. അതായത് ഇവിടെ വരുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ 3 + 4 + 5 എത്രയാണ്? 12 ആണ്. അത് തന്നെയായിരിക്കും അവിടെ ലീവ് ചെയ്യുന്നതും. 3 + 4 + 5, അപ്പോൾ 12 ആംപിയർ ആണ് അവിടെ ലീവ് ചെയ്യുന്നത്. ദ ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആർ. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്ക് ഇപ്പോൾ ഇത്രയും റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 4 എണ്ണം. 20 ഓമിൻ്റെ 4 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്
നമുക്കറിയാം അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? ഇത് ആൻസർ എക്സ്പ്ലനേഷൻ നിങ്ങൾ വായിക്കരുത്, കാരണം അതല്ല ആൻസർ വരുന്നത്. ഓക്കെ, 5 ആംപിയർ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് നമ്മുടെ 1/R, R ഈക്വലൻ്റ് ഇസ് ഈക്വൽ ടു 1/20 പ്ലസ് 1/20 പ്ലസ് എഗെയിൻ ഒരു 1/20 പ്ലസ് 1/20 ആയിരിക്കും. എന്ന് വെച്ചാൽ എത്രയാണ്? ഒരേ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എളുപ്പമായി 4/20 ആണ്. 4/20. 1/R is equal to 4/20 ആണെങ്കിൽ R is equal to എത്രയായിരിക്കും? 20/4 ആയിരിക്കും. അപ്പോൾ എത്രയാണ് ആൻസർ? 5 ohm ആണ് ആൻസർ. 5 ohm. Which of the following is not an expression of power? P is equal to VI, അത് എക്സ്പ്രഷൻ ഓഫ് പവർ ആണ്. ആൻഡ് P is equal to I square ആറും പവർ ആണ്, V square ആറും പവർ ആണ്. അപ്പോൾ ഇതിലെല്ലാം പവറിൻ്റെ ഇക്വേഷനാണ്. Which of the following statements are true? Power is proportional to voltage. Power proportional to voltage. Power is proportional to current. Neither of the statements are correct. Both the statements are correct. So power is proportional to voltage also. It is also proportional to current. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. സോ അത് രണ്ടും ശരിയാണ്. A 250 volt bulb passes a current of 0.3 ampere. Calculate the power in the lamp. 250 വോൾട്ട് ഉള്ള ലാമ്പ് 0.3 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നു. പവർ കണ്ടുപിടിക്കണം. സോ പവർ ഇസ് ഈക്വൽ ടു V ഇൻറ്റു I ചെയ്താൽ മതി. 250 ഇൻറ്റു 0.3 ചെയ്യുമ്പോൾ 75 വാട്ട്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ലെസൺ.